നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏറ്റവും അവസാനം, അതായത് ഒരാഴ്ച മുൻപ് പുറത്തുവിട്ട കണക്കനുസരിച്ച്, ഒരാഴ്ച മുൻപാണ് കണക്ക് പുറത്തുവിട്ടത് എങ്കിലും അത് ഓഗസ്റ്റ് മാസത്തിൽ പുറത്തു വന്ന, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പുറത്തു വന്ന കണക്കാണ്. ആ കണക്കനുസരിച്ച്, അതായത് ഇതേ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തന്നെ അഡ്വാൻസ് എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ ആഭ്യന്തര മൊത്ത വരുമാനം 2024-25 7.3% വളർച്ച രേഖപ്പെടുത്തും എന്നാണ് അഡ്വാൻസ് എസ്റ്റിമേറ്റിൽ നേരത്തെ പറഞ്ഞിരുന്നത്, വർഷാരംഭത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോ ഈ റിയൽ GDP എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നു, എന്ന് വെച്ചാൽ ഫൈനൽ എന്നർത്ഥം വന്നിരിക്കുന്നു. അതനുസരിച്ച് 8.2% വർധനവാണ് GDP കാണിക്കുന്നത്. 8.2% എന്ന് വെച്ചാൽ വലിയ, അതായത് 7.3 പ്രതീക്ഷിച്ചിരുന്നത് 8.2%-ആയി വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയുമല്ല. 8.2% എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. പക്ഷെ ഇവിടെ എനിക്ക് ഒരു കൺസേൺ ഇല്ലാതെയില്ല കേട്ടോ. കാരണം മോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന 2014 പീരീഡിൽ തന്നെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ചെയർമാനായിരുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സുബ്രതോ മുഖർജി റിസൈൻ ചെയ്തു പോയി ആ പദവിയിൽ നിന്ന്. സാധാരണ അത്ര മഹനീയമായ പദവിയിൽ നിന്ന് ആരും റിസൈൻ ചെയ്തു പോകില്ല കാലം കഴിയാതെ. പക്ഷെ അദ്ദേഹം റിസൈൻ ചെയ്തു പോയി. എന്തു പറഞ്ഞാണെന്നറിയാമോ? അതായത് അദ്ദേഹം യഥാർത്ഥത്തിലില്ലാത്ത ഡേറ്റ, യഥാർത്ഥത്തിലില്ലാത്ത വളർച്ച രേഖപ്പെടുത്തത്തക്ക രീതിയിലുള്ള എന്തോ തരികട ആവശ്യപ്പെട്ടു ഗവൺമെന്റ്. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു, അദ്ദേഹം റെഡിയല്ലായിരുന്നു. അതുകൊണ്ടാണ് 2014-15 പീരീഡിൽ അദ്ദേഹം റിസൈൻ ചെയ്തു പോയത്. അപ്പൊ അതേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, അതേ മോദി ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മേൽനോട്ടത്തിലാണ് ഇപ്പോഴെന്ന് ഓർക്കണം. പകരം വന്നത്, അദ്ദേഹത്തിന് പകരം, ഈ റിസൈൻ ചെയ്തു പോയ ആൾക്ക് പകരം വന്നയാള് തീർച്ചയായിട്ടും മോദിയുടെ ബുക്കിൽ പെട്ടയാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സിലും അങ്ങനെ വല്ലോ തിരിമറിയും നടന്നിട്ടുണ്ടോ? കാരണം നമ്മുടെ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപാണ്, ജൂലൈ ഓഗസ്റ്റിലാണ് ഈ റിസൾട്ട് പുറത്തു വന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപായിരുന്നു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തിരിമറി നടന്ന്, അതായത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി GDP ഗ്രോത്ത് റേറ്റ് ഉയർത്തി കാണിച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ ഈ സംശയം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. കാരണം ഇങ്ങനെ പഴയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മോദി ഗ്യാരണ്ടിയൊക്കെ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ഗ്യാരണ്ടിയിലും വെള്ളം ചേർന്ന ഗ്യാരണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ വെള്ളം ചേർത്തതാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കയ്യിലുണ്ട് താനും. പക്ഷെ ഇപ്പൊ അതിനല്ല. ഈ പുതിയ ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് നിലവിൽ വന്നാലും എന്തായിരിക്കണം പുതിയ ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ആമുഖമായിട്ടാണ് ഞാൻ പറഞ്ഞത് GDP 2024-25 GDP ഗ്രോത്ത്, അതായത് 24-25 അല്ല, 23-24 ഞാൻ നേരത്തെ 24-25 പറഞ്ഞത് എങ്കിൽ ക്ഷമിക്കണം. 23-24 റിയൽ GDP ഗ്രോത്ത് ആണ് 8.2% ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് നരേന്ദ്രമോദിക്ക് പൊതുജനങ്ങളുടെ മുൻപിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു തുറുപ്പു ചീട്ടാണ് ഈ GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 7.3% എന്ന് അഡ്വാൻസ് എസ്റ്റിമേറ്റിൽ പറഞ്ഞത് എങ്ങനെയാണ് റിയൽ എസ്റ്റിമേറ്റ് ആകുമ്പോഴേക്ക് 8.2% ആയത്? അതിന്റെ കാരണങ്ങളും NSO കാണിക്കുന്നുണ്ട്. അതായത് അഡ്വാൻസ് എസ്റ്റിമേറ്റിന്റെ സമയത്ത് കോർ സെക്ടർ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 വ്യവസായ മേഖല, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, അതിലെ 4 എന്ന് പറയുന്നത് ഓയിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓയിൽ റിഫൈനറീസ്, പിന്നെ ONGC പോലുള്ള ഓയിൽ എക്സ്കവേഷൻ ഇൻഡസ്ട്രി, അങ്ങനെയൊക്കെ 4 ഓയിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധം. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, പിന്നെ ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രി, മൈനിങ് ഇൻഡസ്ട്രി, കെമിക്കൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, ഇതൊക്കെ ചേരുന്നതാണ് ഈ കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്.
ആ കോർ സെക്ടറിന്റെ ഗ്രോത്ത് അഡ്വാൻസ് എസ്റ്റിമേറ്റിന്റെ സമയത്ത് വളരെ താഴ്ന്നിരുന്നു. അത് 9.9% ഈ പിന്നെ ഫൈനൽ എസ്റ്റിമേറ്റ് ആകുമ്പോഴത്തേക്കും വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ മൈനിങ്ങിലും നല്ല വർധനവ് ഉണ്ടായിട്ടുണ്ട്. മൈനിങ് ആൻഡ് ക്വാറിയിങ്ങിലും നല്ല വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ കാരണം കൊണ്ടാണ് 7.3% എന്ന് നടത്തിയിരുന്ന അനുമാനം 8.2% എത്തിച്ചേർന്നിരിക്കും. സന്തോഷം. നമ്മുടെ GDP വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഈ GDP ഗ്രോത്ത്, വളർച്ച, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിലെ വളർച്ച കൊണ്ട് മാത്രം ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ആ രാഷ്ട്ര നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭരണകൂടങ്ങൾക്ക്, അവരുടെ നിർമ്മിതിയെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകില്ല. വളർച്ച എന്ന് പറയുന്നത് ഉൽപാദന മേഖലയിൽ, അതായത് കാർഷിക മേഖല, അതുപോലെ പിന്നെ മാനുഫാക്ചറിങ് മേഖല, സേവന മേഖല, പിന്നെ അതുപോലെ വ്യാപാര മേഖല, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന വളർച്ചയാണ് വളർച്ച എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം ശരിയാവില്ല. ഈ വളർച്ച മുഴുവനും ഏതാനും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോയാലോ? അങ്ങനെ പോകുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമ്മൾ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റലിസത്തോട് സൗഹൃദം കാണിക്കുന്ന ഭരണകൂടം, അങ്ങനെയുള്ള ഭരണകൂടങ്ങളുടെ കീഴിലാണ് അടിവെച്ച് വളരുന്ന കോർപ്പറേറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? തോമസ് പിക്കറ്റി ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ ഇന്ത്യ, അതുപോലെ ക്രോണി ക്യാപിറ്റലിസം എവിടെയുണ്ടോ അവിടെ അസമത്വം വളരും. അതായത് പാവങ്ങളും ധനികരും തമ്മിലുള്ള വിടവ് വർദ്ധിക്കും. അപ്പോൾ ഈ തോമസ് പിക്കറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. എത്രയോ പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടേണ്ട ആളാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര ഗഹനമായ പഠനങ്ങളാണ് അസമത്വത്തെ പറ്റി ലോകത്ത് മുഴുവനുമായിട്ട് അദ്ദേഹം നടത്തുന്നത്. ഇന്ത്യയെ പറ്റി തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? 1922 മുതൽ 2018 വരെ 18-19 വരെയുള്ള കാലത്തെ ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ച നിരീക്ഷിച്ച് അദ്ദേഹം നടത്തിയ ഒബ്സർവേഷൻ എന്താണെന്നല്ലേ? 922 എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അന്നത്തേക്കാൾ കൂടുതലാണ് 2018-19 ഇന്ത്യയുടെ അതായത് എന്താണ് വികസന വിടവ് എന്ന് വെച്ചാല് ഇനീക്വാളിറ്റി, അതായത് ധനികരും ദരിദ്രരും തമ്മിലുള്ള വിടവ് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് 2018-19 എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ പുസ്തകം ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ വെക്കാൻ മറന്നുപോയി. അത് കാരണം എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഇനീക്വാളിറ്റിയെ പറ്റിയുള്ള പഠനമാണ് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥം. അത് 2018 പുറത്തു വന്ന പുസ്തകമാണ്. അപ്പൊ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലെ ഇനീക്വാളിറ്റി. ഓക്സ്ഫാം ഇന്ത്യയിലെ ഇനീക്വാളിറ്റിയെ പറ്റി വളരെ ശക്തമായ റിപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മുടെ മോദി ഗവൺമെന്റ് തള്ളിക്കളയുകയാണ് ചെയ്തത് വന്ന ഉടൻ തന്നെ. അതുപോലെ പല അന്താരാഷ്ട്ര ഏജൻസീസിന്റെയും പഠനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംശയം പറഞ്ഞത്, ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഗവൺമെന്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആണോ ഇങ്ങനത്തെ ഒരു GDP ഗ്രോത്തും പിന്നെ അതിനോട് ചേർന്ന തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്? എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പൊ ഒരു ഗവൺമെന്റ്, ഇപ്പൊ നമുക്ക് ഉറപ്പില്ല ഏത് ഗവൺമെന്റാ വരിക എന്ന്. കാരണം ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരും എന്ന് വിശ്വസിക്കുന്ന ഒരു നല്ല പറ്റം ജനങ്ങൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇനി മോദി ഗവൺമെന്റ് ആണോ വരുന്നത്? ആണെങ്കിലാകട്ടെ, നമുക്ക് ആ ഗവൺമെന്റിനെയും ഫേസ് ചെയ്യണമല്ലോ, നേരിടണമല്ലോ. അപ്പൊ അങ്ങനെ ഏത് ഗവൺമെന്റ് ആണ് വരുന്നത് എങ്കിൽ പോലും ആ ഗവൺമെന്റ് അത്യന്താപേക്ഷിതമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിങ്ങനെയുള്ള മേഖലകളിലെ വളർച്ചയാണ്. ഈ വളർച്ച ഡെവലപ്മെന്റ്, വികസനമായി മാറുന്നത് എപ്പോഴാണ്? ഈ വളർച്ച സാധാരണക്കാരുടെ കരങ്ങളിൽ എത്തുമ്പോഴാണ്. എങ്ങനെയാണ് സാധാരണക്കാരുടെ കരങ്ങളിലേക്ക് വളർച്ചയുടെ റിസൾട്ട്, വളർച്ച പണമായി അല്ലെങ്കിൽ സൗകര്യങ്ങളായി, സുഖ സൗകര്യങ്ങളായി ഒക്കെ എത്തിച്ചേരുന്നതിന് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പല കാലത്തും ഗവൺമെന്റുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്.
കഴിഞ്ഞ 10 വർഷക്കാലത്ത് മോദി ഗവൺമെന്റും ഒരു വലിയ പരിധി വരെ അതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം, അത് ഈ വളർച്ച എങ്ങനെയാണ് വികസനമായി മാറുന്നത്? വളർച്ച വികസനമായി മാറണമെങ്കിൽ സമൂഹത്തില് അനിവാര്യമായ ചില മാറ്റങ്ങൾ വരണം. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലുള്ള വളർച്ചയാണ്. ആരോഗ്യ മേഖലയിലെ വളർച്ച എന്ന് പറയുമ്പോൾ അത് എവിടെ തുടങ്ങണം? ഒരു കുഞ്ഞ്, ഒരു ഭ്രൂണം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുത്തിരിയുന്ന സമയം മുതൽ ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആരോഗ്യ പരിപാലന കർമ്മങ്ങൾ തുടങ്ങണം. അമ്മയ്ക്കും കുഞ്ഞിനും പരിപാലന കർമ്മം, അതുപോലെ തന്നെ പോഷക സമൃദ്ധമായ ആഹാരം ഇങ്ങനെ കൊടുത്ത് ആ കുഞ്ഞ് വളർന്ന് ആ കുഞ്ഞ് 10 മാസമായി പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വരുന്ന കുഞ്ഞിന് പിന്നെയും 5 വയസ്സ് വരെ വളരെ നല്ല പരിരക്ഷണം കൊടുക്കണം. അതായത് 60 മാസം വളരെ നല്ല പരിരക്ഷണം കൊടുക്കണം. ഇപ്പോ നമുക്കറിയാം, ഈ ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പറഞ്ഞ നരേന്ദ്രമോദി അദ്ദേഹം നമ്മളോട് പിണങ്ങും, പക്ഷെ പറയാതെ നിവൃത്തിയില്ല. അതായത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ അനുസരിച്ച് UN യുണൈറ്റഡ് നേഷൻസിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തിയിട്ടുള്ള പഠനം അനുസരിച്ച് ലോകത്തെ പോഷക ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% ഇന്ത്യയിലാണെന്നാണ് പറയണത്. ഇന്ത്യയിൽ 53% വരുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം ഇന്ത്യയിൽ ഒന്നാമത്തെ പോപ്പുലേഷനാണ് ലോകത്തെ, 144 കോടി 17 ലക്ഷം. അത് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ പോളിസിക്കാർ പറഞ്ഞിരിക്കുന്ന കണക്കാണ് കേട്ടോ. നമ്മൾ 2011 ശേഷം പോപ്പുലേഷൻ സെൻസസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇന്ത്യയിലെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. എനിവേ, അന്താരാഷ്ട്ര കമ്പാരിസന് വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ഇതുപോലെ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടെത്തുന്നത്. അത് ശരിയായിരിക്കാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ 144 കോടി 17 ലക്ഷം ജനങ്ങളുള്ള ഇന്ത്യയില് ഈ ലോകത്തെ ആകെ പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം. അങ്ങനെയുള്ള ഇന്ത്യയിൽ ആരോഗ്യ മേഖലയിൽ, അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇന്ത്യയിൽ ഇല്ല. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇന്ത്യയിൽ വളരെ കുറവാണ്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, വളരെ കുറവാണ്. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കോവിഡ് കാലത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. കോവിഡ് കാലത്ത് എന്താണ് സംഭവിച്ചത്? ഗംഗാനദി വിശുദ്ധ നദി എന്നാണല്ലോ പറയുന്നത്. ആ ഗംഗാനദിയിലേക്ക് ഒഴുകി നടന്ന മൃതദേഹങ്ങളുടെ എണ്ണം നിങ്ങൾ ഒന്ന് സ്മരിച്ചു നോക്കുക. എന്തുകൊണ്ടായിരുന്നു? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പോലും ഇല്ല. ഒരു ഹോസ്പിറ്റൽ സൗകര്യങ്ങളും നോർത്ത് ഇന്ത്യയിൽ സാധാരണക്കാർക്ക് ലഭ്യമല്ല, പാവപ്പെട്ടവർക്ക് ലഭ്യമല്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നാം കാണേണ്ടി വന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? അതായത് സാധാരണ രീതിയിൽ GDPയുടെ ഒരു 5%, ഒരു 4 to 5% എങ്കിലും ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം കേന്ദ്രം തന്നെ. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും ചെലവഴിക്കണം. ഇപ്പൊ കേരളത്തിലൊക്കെ നല്ല ആരോഗ്യരംഗമാണ് എന്ന് പറയുന്നു. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ മിടുക്കുകൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇവിടെ അത്രയധികം ചെലവാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വകാര്യ മേഖല ചെയ്യുന്നത്. ഓഫ് കോഴ്സ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആരോഗ്യരംഗത്ത്. പക്ഷെ അത് തന്നെ ഒരു എൻകറേജ്മെന്റ് ആയിട്ട്, ഒരു എന്താ പറയുക, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട്, ഒരു രാസത്വരകമാകും ആയിട്ട് പ്രവർത്തിക്കും സ്വകാര്യ മേഖലയ്ക്ക്. അങ്ങനെയാണ് കേരളത്തില്. അതുപോലെ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അത്ര മോശമല്ലാത്ത ആരോഗ്യ പരിരക്ഷയുണ്ട്. പക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അപ്പൊ ഏത് ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്നത് എങ്കിലും ഒന്നാം പ്രയോറിറ്റി കൊടുക്കേണ്ടത് GDP ഗ്രോത്തിന് പ്രയോറിറ്റി ഉണ്ട്. പക്ഷെ അതിൽ തന്നെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് വളർച്ചയാണ്. ആ വളർച്ചയെ എങ്ങനെ വികസനമാക്കി മാറ്റണമെങ്കിൽ അതിനെ വളർച്ചയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ഫോളോ അപ്പ് പോലെയാണ് എഡ്യൂക്കേഷനിൽ. 5 വയസ്സായി സ്കൂളിലെത്താൻ നേരത്തേക്ക് ആരോഗ്യവും ബുദ്ധിയുമുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുക. അപ്പൊ എന്താ വേണ്ടത്? കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് തന്നെ എടുത്താൽ മതി. GDPയുടെ 5% മുതൽ 6% വരെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണമെന്ന് കോത്താരി കമ്മീഷൻ 1980-86 പീരീഡില് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇന്നേ തീയതി വരെ നമുക്കതിന് പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ചൈനയിലേക്ക് നോക്കുക, അവർ 6% കൂടുതലാണ് എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കുന്നത്. അതിന്റെ ചൈനയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ.
അതായത് ഇപ്പോൾ ടെക്നോളജി രംഗത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയെ തോൽപ്പിക്കുക, അതാണ് അവരുടെ. അപ്പൊ ടെക്നോളജിയിൽ ഒന്നാം സ്ഥാനത്ത് വരിക എന്നുള്ളതാണ് എപ്പോഴും ചൈനയുടെ താല്പര്യം. അപ്പൊ ചൈനയുടെ വിദ്യാഭ്യാസത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയാണ്. അങ്ങനെ ചൈനയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കിടപിടി ഇന്റർനാഷണലി ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന രീതിയിൽ അമേരിക്കൻ സിസ്റ്റത്തോടോ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ സിസ്റ്റത്തോടോ കിടപിടിക്കത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ചൈനയിലുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ ചൈനയിലേക്ക് നോക്കിയിട്ട് ചൈന ആക്രമിക്കാൻ വരുന്നു എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ചൈനയെ തോൽപ്പിക്കത്തക്ക രീതിയിൽ കോമ്പറ്റേറ്റീവായിട്ട് ടെക്നോളജി രംഗത്ത് വളരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ വ്യാവസായിക മേഖല വളരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണന കേന്ദ്രം മാത്രമായിട്ടാണ് ഇന്ത്യ മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടെക്നോളജി, അതായത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അതുകൊണ്ട് ഫൈനൽ കൺസംഷൻ ഗുഡ്സ് ഉണ്ടാക്കുക, ആ തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഭൂരിഭാഗവും വന്നിട്ടുള്ളത്. അത് മാറണം. സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ സാങ്കേതിക മികവ് നമുക്ക് ഉണ്ടാകണം. അതിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ തര വികസനത്തിനും, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ട് എല്ലാ തരം ഇപ്പൊ സാങ്കേതിക വിദ്യ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ ഡിജിറ്റൽ ഇക്കോണമി, ഡിജിറ്റൽ ഇന്ത്യ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം ഒരു മാറ്റവും വരില്ല. അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം. അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മാത്രമേ നമ്മുടെ IIT-കൾ ലോക നിലവാരത്തിലേക്ക് വരൂ. നമ്മുടെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നമ്മുടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ലോക നിലവാരത്തിലേക്ക് വരണമെങ്കിൽ ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെ വേണം. അപ്പോ ഇപ്പൊ ഹെൽത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് 2017 മോദി ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന ഒരു ദേശീയ ആരോഗ്യ നയമുണ്ട്, നാഷണൽ ഹെൽത്ത് പോളിസി. ആ ഹെൽത്ത് പോളിസി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഹെൽത്ത് പോളിസി പറഞ്ഞതുപോലെ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് വേറൊരു ഇന്ത്യ ആയേനെ. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? 2022 ആവുമ്പോഴത്തേക്കും GDP-യുടെ 2.5% കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം. 2020 ആകുമ്പോഴേക്കും സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ GSDP-യുടെ 8% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം എന്നാണ് ആ ദേശീയ ആരോഗ്യ നയം 2017 അതായിട്ട് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ട മട്ടില്ല ഇവിടെ സംസ്ഥാന ഗവൺമെന്റുകൾ, ഇവിടെയല്ല എല്ലായിടത്തും. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഇത് കണ്ട മട്ടില്ല. നിങ്ങൾ ഇന്ത്യയും ബജറ്റ് ഒന്ന് എടുത്തു നോക്കുക. അതിൽ 1% താഴെ, GDP-യുടെ 1% താഴെയാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ഇതിന് ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ശരി, അത് ഇന്ത്യയും ബജറ്റാണ്. അവർ വീണ്ടും ജയിച്ചു വന്ന് ജൂണിൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടാണ് എന്താ പറയാ, ഉഗ്രശാപം പോലെ ശപഥം നടത്തിയിട്ടാണ് പോയിരിക്കുന്നത്. വരട്ടെ. അപ്പോഴും നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ബജറ്റുകൾ നോക്കുക. മോദി ഗവൺമെന്റ് 2017 ശേഷമുള്ള ഒരു ബജറ്റിലും അത് 2.5% പോയിട്ട് 1% താഴെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അതായത് നിയമമൊക്കെ ഉണ്ടാക്കും, പക്ഷെ ആ നിയമം സ്വയം നടപ്പാക്കുകയുമില്ല. അതായത് കേന്ദ്രം നടപ്പാക്കുകയുമില്ല, സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന കാര്യം ഇൻസിസ്റ്റ് ചെയ്യുകയുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നിയമങ്ങൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് നമുക്ക് വലിയ മാറ്റം വന്നേനെ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ 5%, GDP-യുടെ 5% മുതൽ 6% വരെ എന്നുള്ളത്, ആ കാര്യത്തെ പറ്റിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സൈലൻസ് കീപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും നമുക്ക് അതായത് ഫസ്റ്റ് പോപ്പുലേഷനാണ് ഇന്ത്യയുടെ, പക്ഷേ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ വളരെ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? ഈ രണ്ടിടത്തും നല്ലവണ്ണം ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പരിണത ഫലമായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള മിടുക്കരായ യുവാക്കൾ നമ്മുടെ എംപ്ലോയ്മെന്റ് വിപണിയിലേക്ക് വരും. ഇപ്പൊ ഇവിടുത്തെ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ തന്നെ എംപ്ലോയ്മെന്റ് സർവേ വന്നിട്ടുണ്ട് ഈ അടുത്ത നാളില്. ആ എംപ്ലോയ്മെന്റ് സർവേയിൽ എന്താണ് പറയുന്നത്? 10.1% ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓർമ്മിക്കണം, നമ്മള് മൻമോഹൻ സിംഗ് ഭരിച്ച കാലത്തൊക്കെ 7% മുകളിൽ ഒരിക്കലും പോയിട്ടില്ല അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അതാണ് 10.1% എത്തി നിൽക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കേരളത്തില്
അല്ല ഏറ്റവും കൂടുതൽ ജമ്മു കാശ്മീരിൽ, അത് കഴിഞ്ഞാൽ കേരളത്തിൽ എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ കാര്യം നമുക്കറിയാം, എന്നും എപ്പോഴും ടോപ്പിൽ നിൽക്കത്തക്ക രീതിയിലാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അതിന് കേരളത്തിൻ്റെതായ കാരണങ്ങളുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ തൊഴിലില്ലായ്മ നിരപ്പ് നിൽക്കുമ്പോൾ എന്തിലായിരിക്കണം തൊഴിൽ സൃഷ്ടിക്കണമെങ്കിൽ എവിടെ ആയിരിക്കണം ഗവൺമെന്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? തൊഴിൽ സൃഷ്ടിക്കണമെങ്കിൽ ഇന്ത്യയിലെ തൊഴിലിൽ 94 മുതൽ 96% വരെ തൊഴിൽ സൃഷ്ടിക്കുന്നത് MSME സെക്ടർ, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പൊ ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് കൊടുക്കേണ്ട ഫോക്കസ് കൊടുക്കാതെ ഇന്ത്യൻ ഇക്കോണമിയിൽ തൊഴിൽ സൃഷ്ടിക്കുക അസാധ്യമാണ്. ഇവിടെയാണ് മോദി ഗവൺമെന്റിന്റെ ക്രോണി ക്യാപിറ്റലിസ്റ്റ് നയങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരിക. അതായത് ക്രോണി ക്യാപിറ്റലിസ്റ്റ് നയങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ക്രോണി ക്യാപിറ്റൽ? ഇന്നത്തെ എന്താണ് ന്യൂസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിന്റെ താഴെ, സ്ക്രീനിന്റെ താഴെ എഴുതി കാണിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര വൈബ്രന്റ് ആയിരിക്കുന്നു എന്ന്. എന്താ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് വൈബ്രന്റ് ആകാൻ കാരണം? കഴിഞ്ഞ ഈ ഇലക്ഷന്റെ എല്ലാ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്നു, ഇന്ത്യ മുന്നണി സജീവമാകുന്നു എന്ന് വന്നപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് താഴാൻ തുടങ്ങി, വലിയ വൈബ്രേഷൻ കാണിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? കാരണം അതായത് ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിയും ക്രോണി ക്യാപിറ്റലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടികളല്ല. അപ്പൊ അവര് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ വൈബ്രേഷൻ, വലിയ ഭീതി പടർന്നു. പക്ഷെ ഇന്നലത്തെ എക്സിറ്റ് പോൾ നിലവിൽ വന്നു. അത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തായാലും മോദി ഗവൺമെന്റ് തന്നെ 3ാം പ്രാവശ്യവും ഭരണത്തിൽ വരും എന്ന ഉറപ്പാണ് എക്സിറ്റ് പോൾസ് പറയുന്നത്. അത് ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ വിശ്വാസം ഒട്ടില്ലതാണ്. അങ്ങനെ മോദി ഗവൺമെന്റ് 3ാം പ്രാവശ്യവും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശുക്രദശ വീണ്ടും വന്നിരിക്കുന്നു എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കളികളെ പറ്റി ഓർമ്മിക്കുമ്പോൾ നമ്മൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഒന്ന് നോക്കണം. അതായത് 2014 മോദി ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ നമ്മുടെ അദാനി പിന്നെ അതായത് 27ാം സ്ഥാനത്ത്, ധനികരുടെ നമ്പറിൽ നിരയിൽ 27ാം സ്ഥാനത്ത് നിന്നയാളാണ്. പെട്ടെന്ന് അദാനി കുതിച്ചു ചാടി 1ാം സ്ഥാനത്തെത്തി. പക്ഷെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ പറ്റി എനിക്ക് അധികം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഹിൻഡൻബർഗ് റിപ്പോർട്ട്. പക്ഷെ അദാനി തന്നെ അദാനിയുടെ ഷെയറുകൾ വാങ്ങുന്നത്, അതായത് റൗണ്ട്സ്, ട്രിപ്പിംഗ് എന്ന് പറയും അതിന്. അതായത് അദ്ദേഹം ഇൻകം ടാക്സ് കൊടുക്കാതെ, നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടിലൊക്കെ ഒരുപാട് നിക്ഷേപം നടത്തിയിട്ടുണ്ടാവും. പോട്ടെ, നമ്മൾ അതിനെപ്പറ്റി ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അങ്ങനെയായി പോയില്ലേ, നമ്മളെല്ലാരും അംഗീകരിച്ചില്ലേ. അവസാനമാണല്ലോ സുപ്രീം കോടതി പോലും ഇടപെട്ട് ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചത്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് സ്ട്രക്ക് ഡൗൺ ചെയ്തത്. അപ്പൊ അതുവരെ അതിന്റെ ഒരു വിളനിലമായിരുന്നു ഇന്ത്യ. അപ്പൊ അങ്ങനെ പണം കൊയ്തെടുത്തിട്ടുണ്ടാവും ഓരോ രാഷ്ട്രീയ പാർട്ടി. ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് കൊയ്തെടുത്തത് BJP ആണ് എന്ന് പുറത്തു വരികയും ചെയ്തു, എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അപ്പം അതിനകത്ത് ഒരു പ്രധാന കളിക്കാരനായിരുന്നു നമ്മുടെ അദാനി എന്നോർക്കണം. ആ അദാനിയുടെ കളി പുറത്തു കൊണ്ടുവന്ന കമ്പനിയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. കമ്പനിയല്ല, ആ റിപ്പോർട്ട് ഒരു അമേരിക്കൻ അന്വേഷക കമ്പനിയായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം തലകീഴായി മറിഞ്ഞ്, പല മറിച്ചിലുകൾ മറിഞ്ഞ് ഈ 1ാം സ്ഥാനത്ത് നിന്ന് 17ാം സ്ഥാനം വരെ എങ്ങാണ്ട് താഴേക്ക് പോയി. പിന്നെയും പതുക്കെ പച്ച പിടിച്ച് മുമ്പോട്ട് വരുന്നുണ്ട്. 1ാം സ്ഥാനത്ത് വീണ്ടും എത്തിയിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ ഒരു കാരണം എന്ന് ചോദിച്ചാല്, സ്റ്റോക്ക് മാർക്കറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ പറഞ്ഞു പോയത്, സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വൈബ്രന്റ് ആയിരിക്കുന്നു, വളരെ സന്തോഷം അലതല്ലുകയാണ് ഈ ഇന്നലത്തെ എക്സിറ്റ് പോൾ റിപ്പോർട്ട് കണ്ടപ്പോൾ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്റ്റോക്ക് മാർക്കറ്റിലെ വൈബ്രൻസി കണ്ട് ആരും അത്ര സന്തോഷിക്കരുത്. സന്തോഷിക്കരുത് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്, ഒരു എക്സാമ്പിൾ ആണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം ആരുടേതാണെന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ. ഇത്
ജോൺ മേനാർഡ് കെയ്ൻസ് 1936 എഴുതിയ ഗ്രന്ഥമാണ്. നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ അല്ല, ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. ലോകത്തെ മുഴുവനും ഗ്രേറ്റ് ഡിപ്രഷൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഡിപ്രഷന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. അമേരിക്കയിലെ ഏറ്റവും വലിയ പണക്കാര് പോലും ചോറിനുള്ള പാത്രവുമായിട്ട് പിന്നെ അതിന്റെ ഫുഡ് കഫേയുടെ മുൻപിൽ ഗവൺമെന്റ് നടത്തുന്ന നമ്മുടെ റേഷൻ കട പോലെ ഉള്ളതിന്റെ മുൻപിൽ പോയി പാത്രവും പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും നോക്കൂ. ഇപ്പോഴും കാണാം. അന്നത്തെ 1936 കഥ 1929 മുതൽ 32 വരെ ഉണ്ടായിരുന്ന ആ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്തിന്റെ ആ കാലത്തെ പറ്റി പഠിച്ച ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ജീനിയസ് ആയിരുന്നു. അതായത് ഇദ്ദേഹം തന്നെ ഒരു സ്പെക്കുലേറ്റർ ആയിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കർ. ആ സ്പെക്കുലേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജോലി തന്നെ. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറും കൂടിയായിരുന്നേ, പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളി ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു. അങ്ങനെ സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം, അതായത് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഈ മഹത് ഗ്രന്ഥത്തിന്റെ പേര്. ഇദ്ദേഹമോ ഈ ജോൺ മേനാർഡ് കെയ്ൻസോ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ശക്തനായ ദാർശനികനായ എക്കണോമിസ്റ്റ്. അപ്പൊ ആ എക്കണോമിസ്റ്റ് എന്താ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ പുസ്തകത്തില് അദ്ദേഹം 159-ാം പേജ് ഞാൻ എടുക്കാം. 159-ാം പേജിൽ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ സ്പെക്കുലേറ്റേഴ്സ് ആണല്ലോ. സ്പെക്കുലേറ്റേഴ്സ് മേ ഡു നോ ഹാം ആസ് ബബിൾസ് ഓൺ എ സ്റ്റഡി സ്ട്രീം ഓഫ് എന്റർപ്രൈസ്. അതായത് ഒരു ശക്തമായി മുന്നോട്ട് പോകുന്ന എന്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടന എന്ന് വെച്ചോളൂ. അതിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സമ്പദ്ഘടനയില് സ്പെക്കുലേഷൻ വെറും കുമിളകൾ മാത്രമായിരിക്കും. ആ കുമിളകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദ പൊസിഷൻ ഈസ് സീരിയസ്. സംഗതി മാറുന്നു എപ്പോഴ്? വെൻ എന്റർപ്രൈസ് ബിക്കംസ് ദ ബബിൾ ഓൺ എ വേൾപൂൾ ഓഫ് സ്പെക്കുലേഷൻ. അപ്പൊ ഒരു സ്പെക്കുലേഷൻ എന്ന ചുഴിയിൽ പക്ഷേ ഒരു സമ്പദ്ഘടന പെട്ടാൽ സംഗതി വളരെ ഗൗരവതരമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വെൻ ദ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ബിക്കംസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് എ കാസിനോ. കാസിനോ എന്ന് പറഞ്ഞാൽ ചൂതുകളി കേന്ദ്രം. ഒരു ചൂതുകളി കേന്ദ്രത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു ഇക്കോണമിയിലെ ക്യാപിറ്റൽ, അതായത് മൂലധന നിക്ഷേപം, മൂലധനത്തിന്റെ പ്രവർത്തനം മാറിയാൽ ഒരു ചൂതുകളി കേന്ദ്രത്തിലെ ഒരു ചുഴിയില് സൃഷ്ടിക്കുന്ന ചുഴിയില് ഒരു സമ്പദ്ഘടനയുടെ മൂലധന നിക്ഷേപം വീണു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറയണേ? ദ ജോബ് ഈസ് ലൈക്ലി ടു ബി ഇൽ ഡൺ എന്നാണ് പറയുന്നത്. അതായത് ആ ചുഴിയില് ദ ഇക്കോണമി തന്നെ മുങ്ങി പോകുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ സ്പെക്കുലേഷൻ, അതായത് സ്പെക്കുലേറ്റേഴ്സ് കൺട്രോൾഡ് ആണെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞാല് ഇവര് കുറച്ച് ഒതുങ്ങി കളിക്കും സ്പെക്കുലേറ്റേഴ്സ്. അങ്ങനെ നിരീക്ഷണമൊന്നും ഇല്ല എന്ന് കണ്ടാല് അവരെന്ത് ചെയ്യും? ഒരു ചുഴിയായി മാറി ആ ചുഴിയിലേക്ക് ഇക്കോണമിയെ തന്നെ വലിച്ചെറിയായി കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹത്തിന്റെ ആ വാചകങ്ങളിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കണം. അതായത് അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൂടുന്നില്ല. അതാണ് ഇന്നലത്തെ എക്സിറ്റ് പോൾ റിസൾട്ട് കണ്ടുകൊണ്ട് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ മുന്നേറ്റം കാണിക്കുന്നത്. വലിയ സന്തോഷമാണ് അവർക്ക് അത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കണം, ഈ ഗവൺമെന്റ് ഒരു പക്ഷേ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്, അതായത് വലിയ ക്യാപിറ്റലിസ്റ്റിന്, ക്രോണി ക്യാപിറ്റലിസ്റ്റിന്റെ പിന്നെ കൈ പിടിച്ച് മുൻപോട്ട് പോകും. അത് ഇന്ത്യക്കാരായ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് വികസനം കൊണ്ടുവരികയില്ല, ക്ഷേമം കൊണ്ടുവരികയില്ല. അത് വലിയ കോർപ്പറേറ്റുകളെ വീണ്ടും വലിയ കോർപ്പറേറ്റ് ആക്കി മാറ്റുകയുള്ളൂ എന്ന കാര്യം നാം ഓർക്കണം. ഇവിടെ ചില കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയെ വളഞ്ഞ് ഇട്ട് ആക്രമിക്കത്തക്ക രീതിയിൽ
എല്ലാ പോർട്ടുകളും അവരുടെ കയ്യിലേക്ക് പോകുന്നു, എല്ലാ എയർപോർട്ടുകളും അവരുടെ കയ്യിലേക്ക് പോകുന്നു. ആ തരത്തിലുള്ള വികസനം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എടുത്തു പറയുന്നില്ല, പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അത് മനസ്സിലാകുമെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പം ഒരു ഇക്കോണമി, ഇപ്പൊ ഒരു പുതിയ ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റ് ക്രോണി ക്യാപിറ്റലിസ്റ്റിന്റെ വഴിയെ പോയല്ല GDP വളർത്തേണ്ടത്. എന്താണ് നടത്തേണ്ടത്? തൊഴിൽ സൃഷ്ടിക്കുന്ന, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ചെലവ് നടത്തുന്ന തരത്തിലുള്ള വികസനമാണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാല് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അവയെ പ്രോത്സാഹിപ്പിക്കണം. അവയാണ് ഇന്ത്യയിലെ, അതായത് 144 കോടി 17 ലക്ഷം ജനങ്ങളുള്ള ഇന്ത്യയിൽ തൊഴിൽ അന്വേഷകരായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് ഓർക്കണം. ആ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുമ്പോഴാണ് അവർക്ക്, അതായത് ILO പറഞ്ഞതുപോലെയുള്ള തൊഴിലാണ് കൊടുക്കേണ്ടത്. അതിനെപ്പറ്റി നമ്മുടെ മോദി ഗവൺമെന്റ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ILO എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡീസന്റ് ജോബിന് 4 മാനദണ്ഡങ്ങളാണ് ILO പറഞ്ഞിരിക്കുന്നത്. 1, ജോലി സ്ഥിരമായിരിക്കുക. 2, മാന്യമായ വേതനം ഉണ്ടായിരിക്കുക. 3, അവർക്ക് യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുക. 4, അവർക്ക് പെൻഷൻ ഉണ്ടാവുക. ഈ 4 ക്വാളിറ്റിയോടും കൂടിയ തൊഴിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് കിട്ടുന്ന ഒരവസ്ഥ സൃഷ്ടിക്കണമെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇപ്പോഴത്തെ കോർപ്പറേറ്റുകൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? ഈ പറയപ്പെട്ട മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനാണ്. അപ്പൊ അവയെ പ്രോത്സാഹിപ്പിക്കുക, അവയിലേക്ക് മൂലധനം ഒഴുക്കുണ്ടാവുക, അവർക്ക് വേണ്ടത്ര സഹായങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതായിരിക്കണം ഏത് ഗവൺമെന്റ് പുതുതായിട്ട് ഭരണത്തിൽ വന്നാലും ആ ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട നയം. അങ്ങനെ ഒരു നയം കൈക്കൊണ്ടാൽ മാത്രമേ, ഇപ്പോ അതായത് നോർമൽ ഇയേഴ്സില് ഇന്ത്യ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ, അതായത് കോവിഡ് കാലത്ത് യുക്രൈൻ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഇന്ത്യയിലെ കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഡിമോണിറ്റൈസേഷന് ശേഷം നമുക്കറിയാം 27% ഇന്ത്യയിലെ തൊഴിലില്ലായ്മ വർദ്ധിച്ചിരുന്നു. ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയെ തന്നെ പാരലൈസ്ഡ് ആക്കിയിരുന്നല്ലോ. അപ്പൊ ഒരു തൊഴിലും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അതൊക്കെ അബ്നോർമൽ ഇയേഴ്സ് ആണ്. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു വർഷമാണ്. ഈ നോർമൽ ആയിട്ടുള്ള ഒരു വർഷത്തിൽ ഇപ്പോഴും നോർമൽ എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒന്നും അത്ര നല്ലതല്ല. അന്താരാഷ്ട്ര, അതായത് യുക്രൈൻ വാറും ഗാസയും ഒക്കെ വ്രണിതമായി തന്നെ കഴിയുകയാണ് ഇപ്പോഴും. എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തരക്കേടില്ലാത്ത ഒരു വർഷമായിട്ട് വേണം ഈ വർഷത്തെ കാണാൻ. അപ്പൊ ഈ വർഷം പോലും ഈ 10% കൂടിയ തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് പറയുന്നത് ആശങ്കാജനകമാണ്. അത് ഇല്ലാതെയാക്കണമെങ്കിൽ, അതിന് പരിഹാരം കാണണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് വരണം. അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കണം, ഇൻവെസ്റ്റേഴ്സിന്. എങ്കിൽ മാത്രമേ തൊഴിൽ സൃഷ്ടി ഉണ്ടാകൂ. അങ്ങനെ തൊഴിൽ സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മുടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളർച്ച, GDP വളർച്ച, ആ വളർച്ച വിതരണം ചെയ്യപ്പെടണം. എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുക? ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി എല്ലായിടത്തും കുറേശ്ശെ വിതരണം ചെയ്യണം? അല്ല, തൊഴിൽ കൊടുക്കുക. ആ തൊഴിൽ വഴിയായിട്ട് ILO പറയുന്നത് പോലെ മാന്യമായ വേതനം കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് കുടുംബങ്ങളിൽ എത്തുന്നത്, അത് ജനക്ഷേമത്തിന് കാരണമാകുന്നത്. അപ്പോഴാണ് ഗ്രോത്ത്, അതായത് വളർച്ച വികസനമായി മാറുന്നത്. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയണം നമ്മുടെ ഗവൺമെന്റുകൾക്ക്. അങ്ങനെ പ്രോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് ചിന്തിക്കാതെ, ക്രോണി ക്യാപിറ്റലിസ്റ്റിനെ പിന്താങ്ങാതെ അത് നടക്കട്ടെ. കോർപ്പറേറ്റുകളും വളർന്നുകൊള്ളട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ അത് സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചുകൊണ്ടാകരുത്. സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ വളരുന്നു എന്ന കാര്യമാണ് ഈ അടുത്ത കാലത്ത് നമ്മെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതുപോലെ തന്നെ പരിസ്ഥിതിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വളരെ ഊന്നൽ കൊടുക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്. അപ്പൊ ഇപ്പോ വലിയ ട്രേഡ് ഡെഫിസിറ്റ് ആണ് നമ്മൾ, അതായത് വ്യാപാര കമ്മിയാണ് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സ്, 9 ട്രേഡ് പാർട്ട്നേഴ്സുമായിട്ട് നമുക്ക് വലിയ ഡെഫിസിറ്റ് ആണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലി US മാത്രം നമ്മുടെ ഏറ്റവും നല്ല ട്രേഡ് പാർട്ട്ണറാണ് US. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു നമ്മുടെ ഒരു കസ്റ്റമർ രാജ്യം എന്ന് വേണം പറയാനായിട്ട് US-ന്. പക്ഷെ US റിലേഷൻ ഇപ്പോഴും, ട്രേഡ് റിലേഷൻ ഇപ്പോഴും
നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ, മറ്റ് 9 പാർട്ട്നേഴ്സ്, അതിനകത്ത് റഷ്യ, ചൈന, അതുപോലെ എന്താ പറയുക, ഗൾഫ്, UAE, അങ്ങനെ ഉള്ള ഒരു 9 രാജ്യങ്ങൾ. ആ 9 രാജ്യങ്ങളുമായിട്ടും ട്രേഡ് ഡെഫിസിറ്റ് വളരെ വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആഗോള തലത്തിലുള്ള ഡിമാൻഡിന്റെ ഡിമാൻഡ് താഴ്ന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഡിമാൻഡ് താഴ്ന്നു പോയത്? നമുക്കറിയാം, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ആണ്. യുക്രൈൻ വാർ, അത് കഴിഞ്ഞ അതിനുള്ള ഉപരോധം, അതും കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ ലിഫ്റ്റ് ചെയ്ത് വരുന്ന ഒരവസരമായപ്പോഴത്തേക്കുമാണ് ഇസ്രായേൽ ഗാസ, അതും ഇതാണ്. അപ്പൊ അത് വന്നതോടുകൂടി നമുക്കറിയാം റെഡ് സീയില്, അതായത് അവിടെ ഉപരോധം, ഇസ്രായേൽ ഗാസ യുദ്ധം വന്നതുകൊണ്ട് പിന്നെ ആരും ഉപരോധം കൊണ്ടുവന്നില്ല. പക്ഷേ റെഡ് സീ വഴി കടന്നു പോകുന്ന കപ്പലുകളെ പിന്നെ ഹമാസിന്റെ ആൾക്കാര്, ഹമാസിന്റെ സപ്പോർട്ടേഴ്സ് ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോഴേക്കും നേരിട്ട് കപ്പൽപാത ഉപയോഗിക്കാൻ വയ്യാത്ത അവസ്ഥ, കൂടുതൽ ദൂരം വളഞ്ഞു ചുറ്റി പോകേണ്ട അവസ്ഥ. അപ്പോഴൊക്കെ ആകുമ്പോഴത്തേന് എന്താ സംഭവിക്കുക? നമ്മുടെ ട്രേഡ്, അതിന്റെ കോസ്റ്റ്, അതായത് കയറ്റുമതി ചെലവ് വർദ്ധിക്കും. കയറ്റുമതി ചെലവ് വർദ്ധിക്കുമ്പോൾ നാച്ചുറലി കയറ്റുമതി, അപ്പൊ അതിനനുസരിച്ച് വില ചുരുക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റിലേക്ക് നയിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് മാത്രമല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പല ഉൽപ്പന്നങ്ങൾക്ക്, ഇപ്പൊ സ്പൈസസ്, നേപ്പാളിലേക്ക്, ഹോങ്കോങ്ങിലേക്ക് ഒക്കെ കയറ്റുമതി ചെയ്ത സ്പൈസസില് ഫസൈ സ്റ്റാൻഡേർഡ്സ്, അതായത് എന്താണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഫുഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നോക്കുമ്പോൾ പല വിഷമൂലകങ്ങളും നമ്മൾ ഇവിടെ നയിക്കുന്ന സ്പൈസസിലൊക്കെ കണ്ടെത്തുന്നു എന്നാണ് അറിവ്. അതായത് കെമിക്കൽ, അതായത് പെസ്റ്റിസൈഡ്സ് കൃഷിവേളയിൽ ഉപയോഗിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ ഇതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പിന്നെ വിളവെടുപ്പിന് ശേഷം ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആകാം. എന്തായാലും ഇതിലൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കണം എന്നതിന്റെ തെളിവാണ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പോയ കണ്ടെയ്നേഴ്സ് ഒക്കെ മടക്കി അയക്കുന്ന അവസ്ഥ, അവരേറ്റെടുക്കാത്ത അവസ്ഥ, നേപ്പാൾ മുതൽ പിന്നെ ഹോങ്കോങ് മുതലുള്ള രാജ്യങ്ങൾ. അപ്പൊ അതിന് പല കാരണങ്ങളും നമ്മുടെ എക്സ്പോർട്ട് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഏറ്റവും നല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സോടുകൂടി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി അയക്കുക. കയറ്റുമതി ചെയ്യുക മാത്രമല്ല, ഇന്ത്യക്കകത്ത് വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. പല രാജ്യങ്ങളും വികസ്വര രാഷ്ട്രങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കെയർലെസ് ആയിട്ട്, എന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കാതെയാണ് ഈവൻ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ പോലും പിന്നെ ഉൽപ്പാദിപ്പിച്ച് അയക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം. അതുപോലെ അപ്പം അത് പിന്നെ ഈ വ്യവസായ മേഖലയെ പറ്റിയും അതുപോലെ സേവന മേഖലയെ പറ്റിയൊക്കെ നമ്മൾ പതുക്കെ ചർച്ച ചെയ്തു. നമുക്ക് കാർഷിക മേഖലയെ തൊട്ടതേയില്ല. അപ്പൊ നമ്മൾ കാർഷിക മേഖലയിലേക്ക് പോകുമ്പോൾ ഇപ്പം ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ടയായിരുന്നു കൃഷിക്ക് കൊടുക്കുന്ന, അതായത് സ്വാമിനാഥൻ കമ്മീഷൻ 24 ഉൽപ്പന്നങ്ങൾക്കാണ് താങ്ങുവില നിശ്ചയിച്ചിട്ടുള്ളത്. ആ 24 ഉൽപ്പന്നങ്ങളുടെയും താങ്ങുവില സ്വാമിനാഥൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി ആയിരിക്കണം താങ്ങുവില എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉൽപാദന ചെലവ് വർദ്ധിക്കുമ്പോഴോ താങ്ങുവിലയും വർദ്ധിക്കണം, സംശയമില്ലല്ലോ. ഉൽപാദന ചെലവ് അടിവെച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ വിലയാകട്ടെ, മറ്റേത് പിന്നെ ഉൽപാദന ചെലവുമാകട്ടെ, ഈവൻ ഇറിഗേഷന്റെ ചെലവ്, ഇലക്ട്രിസിറ്റിയുടെ വില കൂടുമ്പോൾ ഇറിഗേഷന്റെ ചെലവ് കൂടും. അപ്പൊ എല്ലാ തരം ഉൽപാദന ചെലവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുന്ന അത് ലീഗലൈസ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയപ്പെട്ട പിന്നെ ബേസിക് മിനിമം, അതായത് പ്രൊക്യൂർമെന്റ് പ്രൈസ്, സപ്പോർട്ട് പ്രൈസ്, ആ പ്രൈസ് ലീഗലൈസ് ചെയ്യും, ഒരു നിയമ പിന്നെ സാങ്ക്ടിറ്റി അതിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം പോരാ എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അതായത് ഈ ഉൽപാദന ഘടകങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച്, അതായത് ഈ 1.5 ഇരട്ടി, സ്വാമിനാഥൻ പറഞ്ഞ അതേ കാര്യം തന്നെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് 1.5 ഇരട്ടി ആയിരിക്കണം വില.
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉൽപാദന ഘടകങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കും. അതിനനുസരിച്ച് പ്രൊക്യൂർമെന്റ് പ്രൈസ് വർദ്ധിപ്പിക്കണം എന്ന് അതും കൂടി പ്രത്യേകമായിട്ട് ഓർക്കണം. അങ്ങനെ ഓർത്തെങ്കിൽ മാത്രമേ കർഷകൻ കൃഷിയിൽ നിൽക്കൂ. അല്ലെങ്കിൽ കർഷകർ കൃഷി കളഞ്ഞ് വേറെ മാർഗങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മൾ പാലക്കാട് പോയി നോക്കുക, നമ്മുടെ നെല്ലറയാണ് പാലക്കാട് കർഷകരെല്ലാം 60 കഴിഞ്ഞവരാണ്. എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സ് കൃഷിയിലേക്ക് വരാത്തത്? അതുപോലെ കേരളത്തിൽ എവിടെ പോയാലും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു പഞ്ചാബിൽ ചെന്നാലും ഏകദേശം അതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി എന്ന്. എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സ് കൃഷിയിലേക്ക് വരാത്തത്? കൃഷി മറ്റ് ജോലികൾ പോലെ, അതായത് IAS കിട്ടി, അയ്യോ IASകാരുടെ ഒക്കെ ശമ്പളം കേട്ടാൽ സാധാരണക്കാരൻ തലകറങ്ങി വീഴും. അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അങ്ങനെ ഓരോ തസ്തികകളിൽ ഇരിക്കുന്നവരുടെ ശമ്പളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ബോധക്കേട് വരുന്ന തരത്തിലാണ് ശമ്പളം. അപ്പൊ ഓക്കെ, അവർക്ക് കൊടുത്തോളൂ. പക്ഷെ അതുപോലെ ഒരു വരുമാനം ഈ കർഷകൻ ആരാണ് ഒന്ന് ഗ്യാരണ്ടി ചെയ്യുക? കർഷകനാണ് മനുഷ്യരെ നിലനിർത്തുന്നത് എന്ന ചിന്ത ആർക്കാണ് ഉള്ളത്? അതായത് നമുക്ക് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 17 എണ്ണമുണ്ട്, 2030 ആവുമ്പോഴത്തേക്കും പൂർത്തിയാക്കേണ്ടത്. ആ 17 എണ്ണത്തിൽ 2ാമത്തെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളാണ് വിശപ്പില്ലാത്ത, പോഷകദാരിദ്ര്യമില്ലാത്ത ലോകം എന്നത്. അപ്പൊ ഇന്ത്യ ഇനി എന്തുമാത്രം മുന്നേറിയാലാണെന്നറിയാമോ? വിശപ്പില്ലാത്ത, പോഷകദാരിദ്ര്യമില്ലാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറണമെങ്കിൽ. അപ്പൊ അതിനെന്താണ് വേണ്ടത്? കർഷകൻ കൃഷിയിൽ നിലനിൽക്കണം. കർഷകൻ കൃഷിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാവിധ സഹായങ്ങളും കൊടുത്ത്, അതായത് ഒരു ചെറിയ IAS ജോലി പോലെ ആ കാർഷിക വൃത്തിയെ കാണണം. അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കണം. ശമ്പള പരിഷ്കരണമൊക്കെ കേന്ദ്രമോ സംസ്ഥാനമോ നടത്തുമ്പോഴൊക്കെ അതുപോലെ അവർക്ക് എത്ര വർധനവ് കൊടുത്തോ, അതിനുവേണ്ടി എത്ര തുക ചെലവായോ, അതുപോലെ ഒരു തുക കർഷക നിധി ഫോം ചെയ്ത് അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടിട്ട് കർഷകന്റെ ആവശ്യങ്ങൾക്ക് ആ നിധിയിൽ നിന്ന് തന്നെ സഹായം ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത, അതായത് കാർഷിക വൃത്തിയും വളരെ അന്തസ്സുള്ള ഒരു ജോലിയാണ്. എപ്പോഴും വരുമാനത്തിനെ ആശ്രയിച്ച് അന്തസ്സിരിക്കുന്ന ജോലിയുടെ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ കൂടുതൽ അന്തസ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അന്തസ്സുള്ള ഒരു ജോലിയാക്കി കാർഷിക വൃത്തിയെ മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ കൃഷി ഇപ്പോഴത്തേക്കാൾ ഒരുപക്ഷെ നമ്മളിപ്പോ 15% അരിയാ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന്റെ. അത് 1980-ൽ 40% ഉണ്ടായിരുന്നു. ആ രീതിയിലേക്കെങ്കിലും നമുക്ക് തിരിച്ചു ചെല്ലാൻ പറ്റിയെന്നിരിക്കും. അപ്പൊ അങ്ങനെ കാർഷിക മേഖല കേരളത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ ഓൾ ഇന്ത്യ തലത്തില് കൃഷിയെ ഇങ്ങനെ ഒരു വളരെ നല്ല സംരംഭമായി കണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അതുപോലെയുള്ള, അതായത് കടബാധ്യത ഒന്ന് എഴുതി തള്ളുക. ഇപ്പൊ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയ ലാഭം ഉണ്ടാക്കിയിരിക്കുക ഈ വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെലവിൽ വലിയ കുറവുണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചെലവിൽ കുറവുണ്ടായെന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചിന്തിപ്പിക്കാവുന്നതാണ് ഈ കർഷകർക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവരാൻ പറ്റുക. അങ്ങനെയൊക്കെ ആലോചിച്ചും ചിന്തിച്ചും കാർഷിക മേഖലയെ തലോടി ഉണർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ 144 കോടി 17 ലക്ഷം ജനങ്ങൾക്ക് മൃഷ്ടാന്നമായിട്ട് ആഹാരം കഴിച്ച് പോഷകാഹാര ദാരിദ്ര്യമില്ലാതെ മുന്നോട്ട് പോകാനൊക്കുള്ളൂ. അതുപോലെ UN ഈ വർഷത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് ചെറുധാന്യ വിപ്ലവ വർഷമായിട്ടാണ് കണക്കിലെടുത്തിരിക്കുന്നത്. അപ്പം ചെറുധാന്യങ്ങളെ കൂടി നമ്മുടെ 24 ഉൽപ്പന്നങ്ങളിൽ പല ചെറുധാന്യങ്ങളും ഉണ്ട്. പക്ഷെ ഉൾപ്പെടാത്ത ചെറുധാന്യങ്ങൾ ഉണ്ടെങ്കിൽ അവയെ കൂടി 24ന്റെ കൂടെ 25, 26, 27 എന്നും പറഞ്ഞ് കൂട്ടിച്ചേർത്ത് അവയ്ക്കും കൂടി ഉൽപാദന പ്രോത്സാഹനം നൽകണം. അപ്പൊ ഈ ചെറുധാന്യ വിപ്ലവത്തിന്റെ പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കണം. ഏറ്റവും സമൃദ്ധമായതാണ് ചെറുധാന്യങ്ങൾ. അപ്പം ചെറുധാന്യങ്ങൾ ചേർന്ന ആഹാരം നമ്മുടെ ജീവിതക്രമമായി മാറിയാൽ പോഷകാഹാര ദാരിദ്ര്യം എന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രവുമല്ല 60+ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ വാർദ്ധക്യം എന്ന ധാരണയുണ്ട്. അത് 70+ഉം 80+ഉം ആയാലും വാർദ്ധക്യം അവരെ ബാധിക്കില്ല എന്ന രീതിയിൽ
പിന്നെ സമ്പുഷ്ടമായ ആഹാരമാണ് ഈ ചെറുധാന്യങ്ങൾ ലോകത്തിന് നൽകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് നിലവിൽ വന്നാലും ചെറുധാന്യത്തെ മറക്കരുത്, കർഷകനെ മറക്കരുത്. കർഷകന് കൊടുക്കേണ്ട താങ്ങുവില അത് അതിന്റെ ഉൽപാദന ചെലവിന് ആനുപാതികമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. സ്വാമിനാഥൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പോലെ അത് അത്രയുമാണ് എനിക്ക് ആ മേഖലയെ പറ്റി അത്യാവശ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ GST കളക്ഷന്റെ കാര്യം, GDP ഗ്രോത്തിനെ പറ്റി എന്ത് ഗവൺമെന്റുകൾ ചെയ്യണമെന്നാണ്. അപ്പം GDP ഇപ്പോ ഇതാ ഈ പ്രാവശ്യം 1.73 lakh crore ആയിട്ട് GST കളക്ഷൻ കുറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് GST കളക്ഷൻ കുറഞ്ഞത്? ഒരു പക്ഷേ ഇലക്ഷന്റെ പിന്നെ ഇതില് വിഭ്രാന്തിക്കകത്ത് GST വകുപ്പ് പോലും അതിൽ മുങ്ങിപ്പോയോ? എനിക്ക് സംശയം തോന്നുകയാണ്. അവനവന്റെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതുപോലെ ഇലക്ഷൻ പണി ചെയ്യിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ പ്രത്യേക വർഷം ഇപ്പോ, അതായത് അസാധാരണമായ പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത മാസമാണ് ഈ കഴിഞ്ഞ മാസം GSTയിൽ ഇടിവ് വരാനുള്ള കാരണങ്ങളൊന്നും തന്നെയില്ല. അപ്പൊ സർക്കാരിന്റെ കെയർലെസ്നെസ് എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. അങ്ങനെ വരാൻ പാടില്ല. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മ തൊട്ട് എത്തിയതുമില്ല എന്ന് പറയണത് പോലെയാണ് ഈ GSTയുടെ കാര്യം. നമ്മൾ ഓരോരുത്തരും ഓരോ ഉൽപ്പന്നവും വാങ്ങിക്കുമ്പോൾ, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പാക്കറ്റഡ് ആണെങ്കിൽ കേട്ടോ, പാക്കറ്റിലല്ലാത്ത ഉപ്പ് ഒരു ചാക്കിന്ന് വാരി ആരെങ്കിലും നമുക്ക് വിറ്റ് തരുകയാണ്, നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ GST കൊടുക്കണ്ട. പാക്കറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണെന്നാണ് GST അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നത്, GST കൗൺസിൽ പറയുന്നത്. അങ്ങനെ പാക്കറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം നമ്മൾ വാങ്ങിക്കുമ്പോഴും സാധാരണ നമ്മൾ പാക്കറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വിശ്വാസ്യതയുടെ പേരിൽ വാങ്ങിക്കുന്നത്. അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള ഒരു മിഥ്യാധാരണ കൊണ്ട് നമ്മൾ പാക്കറ്റഡ് ഉൽപ്പന്നങ്ങൾ, തീർച്ചയായിട്ടും പാക്കറ്റഡ് ഉൽപ്പന്നങ്ങളാണ് പാക്കറ്റഡ് അല്ലാത്തവയേക്കാൾ നല്ലത്. അപ്പൊ നമ്മൾ മേടിക്കുമ്പോൾ എല്ലാത്തിനും നിങ്ങളും ഞാനും നികുതി കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ നികുതിയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മ തൊട്ട് എത്തിയതുമില്ല. ഈ നികുതി പിരിവ് കുറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അതാ സംഭവിക്കുന്നത്. എല്ലാ കള്ളത്തരങ്ങളും കാണിച്ചാണ് നികുതി വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അനുസ്യൂതം ആ പ്രക്രിയ തുടരുകയാണ്. അതായത് വ്യവസായികളൊക്കെ എത്രയെത്ര മാർഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതിന് പരിഹാരമായിട്ടാണ് 2017 തന്നെ, അതായത് അരുൺ ജെയ്റ്റ്ലി ഉള്ള സമയത്ത് തന്നെ ഒരു കൗൺസില്, ഒരു ദേശീയ സ്ഥാപനം ഉണ്ടാക്കി. എന്തായിരുന്നു? നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തിനാണ്? അതായത് ചെക്ക് പോസ്റ്റുകളൊക്കെ എടുത്തു കളഞ്ഞു GST വന്നപ്പോൾ. ചെക്ക് പോസ്റ്റുകളുടെ സ്ഥാനത്ത് ആരും ഇല്ലാത്തത് കൊണ്ട് നികുതി വെട്ടിയിട്ട് നിർബാധം നടക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അറിയാം. ഇതിന് തടയിടാൻ വേണ്ടിയാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നിട്ട് ആ അതോറിറ്റിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ വിങ്ങുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ അവർക്കുള്ള അതോറിറ്റി എന്താണ്? അവർക്ക് ഏത് ട്രക്കും കടന്നു പോകുമ്പോൾ അതിനെ കൈ കാണിച്ച് നിർത്തിക്കൊണ്ട് അതിനെ പരിശോധിക്കാം, അതിനകത്ത് കൊണ്ടുപോകുന്നത് എന്താണ് എന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന് അതായത് നമുക്കറിയാം ഇ വേ ബിൽ എവിടുന്നാണ്? ഒരു ഉൽപ്പന്നം ട്രക്കിലേക്ക് കയറ്റുമ്പോൾ ഏത് ഉൽപ്പന്നവുമാകട്ടെ, എന്ത് ഉൽപ്പന്നമാണ്, അതിന്റെ മൂല്യം എത്രയാണ്, എങ്ങോട്ട് പോകുന്നു, ആര് വിൽക്കുന്നു, ഇത്തരം എല്ലാ ഡീറ്റെയിൽസും ആ ഇ വേ ബില്ലിൽ കാണും. ഇ വേ ബിൽ അപ്ലോഡ് ചെയ്യുന്നു ടാക്സ് പോർട്ടലിലേക്ക്, GST പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണ് ഈ ഉൽപ്പന്നവുമായി ട്രക്ക് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ അപകടം ഇല്ലല്ലോ എന്ന് നമ്മൾ ഓർക്കും. അതായത് GST പോർട്ടലിലേക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഇത് ഒന്ന് കൈ കാണിച്ച് അല്ലെങ്കിൽ അവരുടെ ഇത് കാണിച്ച് ഒന്ന് നിർത്തിയിട്ട്, അവരൊരു സിഗ്നൽ കാണിച്ച് നിർത്തി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ സ്വർണം കയറ്റിയത് ആടിനെ കയറ്റിയെന്നായിരിക്കും പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്ത് ഉൽപ്പന്നമാണ് കയറ്റിയിരിക്കുന്നത്, എന്ത് മൂല്യത്തിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമാണോ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കുക. അത് ചെയ്യാൻ എവിടെ വെച്ചും അവർക്ക് ഈ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി പരിശോധിക്കാം. എന്നിട്ട് അതായത് ഇത് എങ്ങും ഒരു കാര്യവും നടക്കുന്നില്ല. നിർമ്മല സീതാരാമൻ 2022-23 ബജറ്റിന്റെ ഒരു 6 മാസം മുൻപേ ഈ എന്ന് പറഞ്ഞ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്
ഒരു വാണിംഗ് കൊടുത്തു, നിങ്ങൾ ഉറങ്ങിയിരിക്കുകയാണ്, ഉറക്കം നടിച്ചിരിക്കുകയാണ്, ഡു വർക്ക് വെൽ, എനിക്ക് അതിന്റെ റിസൾട്ട് കാണണമെന്ന്. ആ ചുരുങ്ങിയ കാലം കൊണ്ട് 58,000 കോടിയുടെ ഫേക്ക് ITC. അപ്പൊ ഇങ്ങനെ വേ ബിൽ കൊടുത്തതിന്റെ ബേസിസിലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ഓരോരുത്തരും ഈ GSTയുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരികളും വ്യവസായികളും ഒക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അവരുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ടാക്സ് റെസീറ്റ്, അവർ ഇൻപുട്ട് ടാക്സിനുള്ള ടാക്സ് റെസീറ്റ് അപ്ലോഡ് ചെയ്യണം GST പോർട്ടലിൽ. എന്നിട്ട് അങ്ങനെ അതിന്റെ ബേസിസിലാണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 58,000 കോടിയുടെ ഫേക്ക് GST ITC ആണ് കണ്ടെത്തിയത്. അപ്പൊ ഈ 58,000 കോടി എങ്ങനെയാണ്? അതായത് ഒറ്റ ഉൽപ്പന്നം പോലും കയറ്റി അയച്ചിട്ടില്ല, പക്ഷെ കയറ്റി അയച്ചു എന്ന് പറഞ്ഞ് ടാക്സ് പോർട്ടലിലേക്ക് നികുതി രസീത്, ഫേക്ക് രസീതുകൾ. അങ്ങനെ നിർമ്മല സീതാരാമൻ ആ പ്രാവശ്യത്തെ 2022-23 ബഡ്ജറ്റിൽ പറഞ്ഞു, മേലിൽ ആധാർ കാർഡ് കാണിച്ചിരിക്കണം GSTക്ക് വേണ്ടി, ITCക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുമ്പോൾ. അങ്ങനെ നിയമമൊക്കെ, അതായത് ബജറ്റ് 2022-23 ബജറ്റൊക്കെ വന്നു. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് തന്നെ കണ്ടുപിടിച്ചു. അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് ലാസ്റ്റ് ലാപ്പില് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്തായിരുന്നു കണ്ടുപിടിച്ചത്? ഫേക്ക് ആധാർ കാർഡ്. അതായത് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി, പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആധാർ നമ്പർ ആർക്കുമില്ല. അങ്ങനെ ആധാർ നമ്പർ കൊടുത്തിട്ടേ ഇല്ല. അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ, അവന് വ്യവസായി ഒന്നും ആയിരിക്കത്തില്ല. ഇവിടെ പെരുമ്പാവൂരിൽ നിന്ന് പ്ലൈവുഡ് ഇൻഡസ്ട്രിയുടെ 5 കോടി കള്ള ആധാർ കാർഡ് വെച്ച് കള്ള ITC ക്ലെയിം ചെയ്ത് 5 കോടി ഡോക്ടർ ഐസക് തന്നെ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നികുതി രംഗത്ത് നടക്കുന്നത്. നമ്മൾ നികുതി കൊടുക്കുന്നു, അത് പക്ഷെ ഖജനാവിൽ എത്തുന്നില്ല, അത് മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് പോയി അവരുടെ പോക്കറ്റുകൾ നിറയുന്നു. അതാണ്. അപ്പൊ അനാസ്ഥ ആര് കാണിച്ചാലും. അതുപോലെ ഫാസ്ടാഗ്, നമുക്കറിയാം ട്രക്കിൽ വെക്കുന്ന ഫാസ്ടാഗ് കൊണ്ട്, അത് ഗുജറാത്തിലൊക്കെ ധാരാളം പിടിച്ചിട്ടുണ്ട്. ട്രക്കിൽ വെക്കേണ്ട ഫാസ്ടാഗ് കാറിൽ, ടാക്സി കാറിൽ വെക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് കാറെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഓടുക, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ഓടുക. എന്നിട്ട് എന്താ പറയുന്നത്? ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനാ. എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്തു നിന്ന് ഡൽഹി വരെ ട്രക്കില് ഉൽപ്പന്നം കൊണ്ടുപോയിരിക്കുന്നു. എന്ത് വലിയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വേണ്ടെന്നറിയാമോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന, അതായത് ഫാസ്ടാഗ്, എല്ലാ തരത്തിലുള്ള അഴിമതികളും എന്തൊക്കെ കണ്ടുപിടിക്കുക. ഒരു ചങ്ങല കൊണ്ടുവരുമ്പോഴേക്കും ആ ചങ്ങല പൊട്ടിക്കത്തക്ക രീതിയിൽ വേറെ എന്തെങ്കിലും അതിനേക്കാൾ കഠിനമായ മെത്തേഡ് കണ്ടുപിടിക്കുക. അതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന നികുതി, എനിക്കറിയാം, ഞാൻ തന്നെ ചില കടകളിലൊക്കെ ചെന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങളുടെ നികുതി റെസീറ്റ് ഒന്ന് കാണിക്കോ എന്ന് പറയുമ്പോൾ ഈ സത്യസന്ധരായ സെയിൽസ്മാൻമാർ പറയും, ഇത് ടാക്സ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യൊന്നുമില്ല അമ്മ എന്ന് പറയും. അപ്പോൾ നികുതി വെട്ടിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ കണ്ടെത്തണമെങ്കിൽ മിന്നൽ പരിശോധന വേണം. മിന്നൽ പരിശോധന നടത്താൻ ഇഷ്ടം പോലെ ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷെ അവരത് ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ശമ്പളം കിട്ടും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു മേലുദ്യോഗസ്ഥൻ വന്നൊരു മിന്നൽ പരിശോധന നടത്തി കണ്ടുപിടിച്ചാൽ അത് കൃത്യമായിട്ട് പരിശോധന നടത്തവനെ അന്ന് തന്നെ പിരിച്ചുവിടണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടും, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുപിടിച്ചാൽ മാത്രമേ നമ്മുടെ സമ്പദ്ഘടനയെ വളർച്ചയിലേക്കും, ആ വളർച്ചയെ കൃത്യമായിട്ട് വിതരണം ചെയ്യപ്പെട്ടാൽ മാത്രമേ നമ്മുടെ സമ്പദ്ഘടനയിലെ എല്ലാ ജനങ്ങളും വികസനത്തിന്റെ അനുഭവം അനുഭവിക്കുന്ന, വികസനത്തിന്റെ ഫലം അനുഭവിക്കുന്നവരാണ് എന്ന അവസ്ഥയും വരൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് GST വളരട്ടെ, അതുപോലെ തന്നെ നമ്മുടെ GDPയും വളരട്ടെ. താങ്ക് യു.